കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെ നടത്തുന്ന വ്യാപാരി വ്യവസായ സമിതിയുടെ വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡിന്റെ എക്സ്റ്റൻഷൻ ആയി വ്യാപാര സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. നഗരസഭ, പോലീസ്, RTO ഓഫീസ് എന്നിവിടങ്ങളിൽ നൽകിയ നിരന്തര പരാതി പരിഗണിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ബസ് സ്റ്റാൻഡിന്റെ മറുഭാഗത്ത് 5 ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഇതിനെതിരെയാണ് വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് വന്നിരിക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു. നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്റ്റാൻഡുകളിൽ പെർമിറ്റ് ലഭിച്ചവരും വിദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന പെർമിറ്റ് ഇല്ലാത്തവരുമായ 50ഓളം ഓട്ടോറിക്ഷകളാണ് പുതിയ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറി ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ഓട്ടം എടുക്കുന്ന സ്ഥിതിയുമാണ് നിലവിലുള്ളതെന്നും പരാതിയുണ്ട്. പുതിയ പാർക്കിംഗ് തുടങ്ങിയതോടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറി നടന്നിരുന്ന ഓട്ടോറിക്ഷകളുടെ ശല്യം പരിഹരിക്കാൻ കഴിഞ്ഞതായി തൊഴിലാളികൾ പറഞ്ഞു. വ്യാപാരി വ്യവസായ സമിതിയുടെ വ്യാജ പ്രചരണം അവസാനിപ്പിക്കുക ആവശ്യപ്പെട്ടുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തുന്നത്. കട്ടപ്പന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാലങ്ങളായി അനുഭവിച്ചിരുന്ന ദുരിതത്തിന് പരിഹാരമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭ ട്രാഫിക് കമ്മിറ്റി കൈക്കൊണ്ടത്. ഇതിനെതിരെയാണ് ബസ് സ്റ്റാൻഡിലെ ചെറിയ വിഭാഗം വ്യാപാരി സുഹൃത്തുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. CITU, INTUC, AITUC, VMS ഉൾപ്പെടെയുള്ള യൂണിയനുകളുടെ സമ്മതത്തോടെ നഗരസഭയിൽ നിന്ന് പെർമിറ്റ് ലഭിച്ചിട്ടുള്ള തൊഴിലാളികളാണ് ഞങ്ങൾ. എന്നാൽ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്റ്റാൻഡുകളിൽ ഒരുമിച്ച് വിരിച്ചവരും ദൂരപ്രദേശങ്ങളിൽ നിന്ന് പെർമിറ്റ് ഇല്ലാത്തവരുമായ 50ഓളം ഓട്ടോറിക്ഷകൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറി ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും അനധികൃതമായി ഓട്ടം എടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലനിന്നിരുന്നത്. ഒരു ബസ് വന്ന് ആളിറക്കുന്ന സമയത്ത് ഇരു ഡോറിനോടും ചേർന്ന് നിരവധി ഓട്ടോകൾ കയറ്റി നിർത്തി യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്ന രീതിയാണ് പുലർത്തിയിരുന്നത്. ഇതുമൂലം ഞങ്ങൾ ഓട്ടം ലഭിക്കാതെ വരികയും ഉപജീവനത്തിന് സാധിക്കാത്ത നിലയുമാണ് ഉണ്ടായിരുന്നത്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് കാണിച്ച് ഞങ്ങൾ നഗരസഭയിലും പോലീസിലും RTO ഓഫീസിലും നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു. ഞങ്ങളുടെ നിരന്തരമായ പരാതികളെ പരിഗണിച്ച് കേരളത്തിലെ മറ്റൊരു ബസ് സ്റ്റാൻഡിലും നടക്കാത്ത രീതിയിൽ സ്വകാര്യ വാഹനങ്ങൾ സ്റ്റാൻഡ് കൈയടക്കുന്ന കാഴ്ചയാണ് കട്ടപ്പനയിൽ കാണുന്നത്. യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് സദാസമയം ചീറിപ്പായുന്ന സ്വകാര്യ കാറുകളും ഇരുചക്ര വാഹനങ്ങളും ചരക്ക് ലോറികളും ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറുന്നത് തടയേണ്ടതിന് പകരം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയുള്ള വ്യാപാരികളുടെ ഇടപെടൽ പ്രതിഷേധാർഹമാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ സണ്ണി ജോസഫ്, ബേബി വർക്കി, മാത്യു PM, ഡിനു തോമസ്, PN സോമൻ, ബിജു G, പങ്കജാഷൻ R തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.